വൈൽഡ് ലവ്. രചന ജാസ്മിൻ. അവതരണം സാലിം കരുളായി. രുദ്രൻ പറഞ്ഞു നിർത്തിയതും മാനിയുടെ നോട്ടം തലതാഴ്ത്തി അവനോട് ചേർന്ന് നിൽക്കുന്നവളിലേക്ക് പോയി. ഇഷു, നിന്നോട് ഞാൻ അവസാനമായൊരു കാര്യം ചോദിക്കുവാണ്. ഇപ്പം ഞങ്ങൾക്കിപ്പോൾ നീ വരുവാണെങ്കിൽ നിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അതല്ല, ഇവരുടെ വാക്കുകളും കേട്ട് ഇവിടെ തന്നെ നിൽക്കുവാനാണ് ഉദ്ദേശിച്ചെങ്കിൽ നീ ഒരിക്കലും ആ വീടിൻ്റെ പടി കടക്കില്ല. പപ്പയോ നിന്റെ അനിയത്തിമാരോ ഒരിക്കലും നീ കാണില്ല. ആനി പറഞ്ഞു നിർത്തിയതും ഇഷു മുഖമുയർത്തി അവരെ ഒന്ന് നോക്കി. കണ്ണുകൾ എപ്പോഴും ഒഴുകുന്നുണ്ട്. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും അടുത്ത് നിൽക്കുന്നവർക്ക് അപ്പോൾ തോന്നിയത് സ്നേഹമോ സഹതാപമോ ഒന്നും ആയിരുന്നില്ല. ദേഷ്യമാണ് തോന്നിയത്. ഒന്നിനും ഏതിനും പ്രതികരിക്കാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവളെ ഒന്ന് പൊട്ടിക്കാൻ അവനെ കൈ ധരിച്ചു. പറ, ഇപ്പം ഞങ്ങൾക്കിപ്പം വരുവാണെങ്കിൽ ഞാൻ വരാം. ആനിയുടെ ചോദ്യം മുഴുവനാക്കാൻ അനുവദിക്കാതെ അവൾ പറഞ്ഞതും ആനിയുടെ കണ്ണുകൾ തിളങ്ങി. അവരൊരു ചിരിയോടെ അവളുടെ അടുത്ത് നിൽക്കുന്നവനെ നോക്കി. അവനിൽ പ്രത്യേകിച്ചൊരു ഭാവവും ആനി കണ്ടില്ല. അവളുടെ മറുപടി അതാവുമെന്ന് അവൻ ഉറപ്പിച്ചിരുന്നു. എത്ര തല്ലിയാലും കൊന്നാലും അവളുടെ വീട്ടുകാരെ വിട്ട് ഇന്നലെ കണ്ട അവർക്കൊപ്പം ഒന്നും അവൾ നിൽക്കില്ലെന്ന് അവന് മനസ്സിലായിരുന്നു. എന്നാൽ അവളുടെ ആ വാക്കുകളിൽ ദേവിയുടെ ഉള്ളു പിടഞ്ഞു. ഇനിയും അവളുടെ വീട്ടുകാർ ഉപദ്രവിച്ച അവളെ വീട്ടിൽ കൊണ്ടുവരുമെന്ന് അവൻ്റെ വാക്കുകളായിരുന്നു അത്രയും നേരം ദേവിയുടെ മനസ്സിൽ. അതാണ് അവളുടെ മറുപടിയിൽ തകർന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സങ്കടം തോന്നി ദേവിക്ക്. അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലല്ലോ. അവൾക്ക് അവകാശികളില്ലേ? അവരൊക്കെ വിട്ട് ആരുമല്ലാതെ ഞങ്ങൾക്കൊപ്പം അവൾ ഒരിക്കലും വരില്ലല്ലോ. സ്വയം മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി ദേവിക. അവളുടെ മറുപടിയിൽ രുദ്രൻ അവളിൽ നിന്ന് അകന്നു. തൻ്റെ സംരക്ഷണ വലയം തന്നിൽ നിന്ന് അകന്നത് അവൾ അറിഞ്ഞു. എന്നാലും മുഖമൊരുത്ത് നോക്കിയില്ല. കേട്ടല്ലോ, അവൾ പറഞ്ഞ് ശരിക്ക് കേട്ടല്ലോ. ഇവിടെ തീർന്നു. നീയും അവളും തമ്മിൽ അരുതാത്ത വല്ല ബന്ധം ഉണ്ടെങ്കിൽ നിന്നേക്കാൾ വലുതായത് കൊണ്ടാണല്ലോ എനിക്കൊപ്പം വരുന്നത്. അതുകൊണ്ട് ഇനി അവളെ നോക്കലും ചികിത്സകളൊക്കെ ഞങ്ങൾ ചെയ്തോളാം. അതിനുള്ള സമ്പത്തൊക്കെയുള്ള കൂട്ടത്തിൽ തന്നെയാണ് ഞങ്ങൾ. അത്രയ്ക്ക് ഗതിയില്ലാതെ ആവുമ്പോൾ അറിയിക്കാം. അപ്പോൾ വന്ന് സഹായിച്ചാൽ മതി. ഒരുതരം പുച്ഛഭാവത്തോടു കൂടി രുദ്രനെ നോക്കി പറഞ്ഞുകൊണ്ട് സ്റ്റീഫന്റെ അടുത്തേക്ക് നടന്നു. അവശയായി നിലത്ത് ചുരുണ്ട് കൂടി കിടക്കുന്നവനെ നോക്കിക്കൊണ്ട് ആനി ചുണ്ടുകൾ കടിച്ചു പിടിച്ച് തികട്ടി വന്ന കരച്ചിനെ നിയന്ത്രിക്കാനെന്നോണം. സഹോദരന്റെ അവസ്ഥയിൽ അവർ അത്രത്തോളം വേദനിച്ചിരുന്നു. തറതാഴ്ത്തി നിൽക്കുന്നവളുടെ കൈകളിൽ അവൻ അവൻ്റെ കൈയൊന്ന് ചേർത്തു. അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവൻ അവൻ്റെ മുഖം അവൾക്ക് നേരെ താഴ്ത്തിയിരുന്നു. എൻ്റെ കാടാണ്. എന്താവശ്യം വന്നാലും എന്നെ വിളിക്കണം. ആ നിമിഷം ഞാൻ അവിടെ ഉണ്ടാകും. പേടിക്കണ്ട, ഒറ്റക്കല്ല. വളരെ പതി അവളുടെ ചെവിയിൽ പറഞ്ഞു. അവളുടെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ കാർഡ് അവളുടെ കയ്യിൽ വെച്ച് അവൻ്റെ കൈകൾ അവൻ പിൻവലിച്ചു. മറുപടി ഒന്നും അവളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. അവളിൽ നിന്നും ഒരു മറുപടി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. സ്റ്റീഫനെ താങ്ങിക്കൊണ്ട് ആനി മുമ്പിൽ നടന്നു. അവർക്ക് പിന്നാലെ ഇഷുവും. പോകുന്ന പോക്കിൽ അവൾ ദേവിയെ ഒന്ന് നോക്കി. രണ്ടുപേരുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. നിറഞ്ഞ കണ്ണുകളുമായി അവൾ ദേവിയെ നോക്കി ചിരിച്ചു. പക്ഷേ ദേവിക്ക് ചിരിക്കാനായില്ല. അവരുടെ സങ്കടം ആ ചിരിയിൽ കൂടുകയാണ് ചെയ്തത്. റൂം വിട്ടവൾ പുറത്തേക്ക് പോയി. പോകും വഴിയിൽ ആനി ലീനയോട് സ്റ്റീഫനെ പിടിക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അവരും അവർക്കൊപ്പം പോയി. അവരെല്ലാവരും പോയതും ദേവിയും രുദ്രനും മാത്രമായി. ദേവിയുടെ കണ്ണുകളെ ടേബിളിലിരിക്കുന്ന ജ്യൂസിലേക്ക് പോയി. അത് കണ്ടതും ദേവി പൊട്ടിക്കരഞ്ഞു. അമ്മേ! പൊട്ടിക്കരയുന്ന അവൻ്റെ അമ്മയെ അവൻ ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചിൽ കിടന്നുകൊണ്ട് ദേവി ടേബിളിലിരിക്കുന്ന ജ്യൂസിലേക്ക് ചൂണ്ടി. അവൻ്റെ കണ്ണുകളും അങ്ങോട്ടേക്ക് പോയി. കുഞ്ഞൊന്നും കഴിച്ചില്ലടാ. ഉച്ചയ്ക്ക് ലേശം കഞ്ഞി കുടിച്ചതാ. വിശക്കൊന്നുണ്ടാകും. അവിടുന്ന് വല്ലതും കൊടുക്കുവാവോ? വിടേണ്ടിയിരുന്നില്ല. നിനക്ക് എന്തെങ്കിലും പറഞ്ഞ് നിർത്തായിരുന്നില്ലേ? മരുന്നൊക്കെ കഴിക്കാനുള്ളതാ. ഉള്ളിലെ മുറിവൊക്കെ മാറണമെങ്കിൽ നല്ലതുപോലെ നോക്കണം. ആരും നോക്കാനാ ഈശ്വര? ദേവിയുടെ വാക്കിൽ രുദ്രനൊന്ന് ചിരിച്ചു. ഒരു മകളെന്ന പോലെയുള്ള ഒരു അമ്മയുടെ വാക്കുകൾ. അവളെന്താ ചെറിയ കുട്ടിയാണോ അമ്മേ? അവളുടെ കാര്യങ്ങൾ നോക്കാൻ അവൾക്കറിയില്ലേ? പിന്നെ അവളെ നമുക്കൊപ്പം പിടിച്ചു നിർത്താൻ അവൾ നമ്മുടെ ആരാ? ഇന്നലെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കാതെ കടന്നു വന്ന ഒരുവള്. അതുപോലെ തന്നെ അവളൊന്ന് പോവുകയും ചെയ്തു. അങ്ങനെ കരുതാൻ നമുക്ക്. രുദ്രൻ പറഞ്ഞതും ദേവി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ ആ കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിന്ന് പോകുന്നില്ല. ഇനി കാണുമോ അവളെ? അവസാനത്തെ വാക്കുകൾ ചിലമ്പിച്ചിരുന്നു. എൻ്റെ കാർഡ് കൊടുത്തിട്ടില്ലേ? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവൾ വിളിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ അമ്മ കണ്ടില്ലെന്ന് കരുതണം. കേട്ടല്ലോ? രുദ്രൻ പറഞ്ഞതും ദേവി ഒന്ന് മൂടി. നമുക്കുള്ളതാണെങ്കിൽ അത് നമ്മുടെ അടുത്ത് തന്നെ വരും അമ്മേ. അല്ലെങ്കിൽ അത് പോട്ടെ. അവനത് പറയുമ്പോൾ അവൾക്കായി അവൻ കൊണ്ടുവന്ന അവൾക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ആ ജ്യൂസിൻ്റെ ഗ്ലാസ്സിലേക്കായിരുന്നു. ഉള്ളിലൊരു വേദന വന്ന് നിറയുന്നത് അവൻ അറിഞ്ഞു. ഹോസ്പിറ്റലിലെ കാര്യങ്ങളെല്ലാം റോണയെ ഏൽപ്പിച്ച് അവളുടെ ഡിസ്ചാർജൊക്കെ ശരിയാക്കാതെ പോയത് കൊണ്ടുള്ള കുറച്ച് കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാറിൽ പോകുമ്പോൾ ദേവി ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കിയിരിക്കുമായിരുന്നു. മനസ്സിൽ അവളാണ്. അവളുടെ നിറഞ്ഞ കണ്ണുകളാണ്. ദേവിക്ക് അവൾ ആലോചിച്ച് സമാധാനമില്ലാതായി.
രുദ്രനോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൻ ചാടിക്കടിച്ചാലോ എന്ന് പേടിച്ച് ഉള്ളിലെ സങ്കടം ഒതുക്കി പിടിച്ചിരുന്നു. രുദ്രന്റെ മനസ്സിലും അവൾ തന്നെയാണ്. പക്ഷേ അവൻ്റെ ചിന്തകൾ അവളോടുള്ള ദേഷ്യത്തിലാണ് അവസാനിക്കുന്നത്. അവളുടെ കണ്ണുകളിലെ പേടി, മൗനം, ഇതെല്ലാം അവൾക്ക് അവളുള്ള ദേഷ്യം കൂട്ടി. പൊട്ടിയൊന്നുമല്ലല്ലോ, പ്രതികരിച്ചുകൂടി. എന്തിന് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അവൾ. എന്നിട്ട് അവളുടെ മിണ്ടാതെയുള്ളൊരു പോക്കും. അവൾ പോകരുതെന്ന് അവൻ അറിയാതെ തന്നെ അവൻ്റെ മനസ്സും ആഗ്രഹിച്ചിരുന്നു. അവളുടെ ഓർമ്മകൾ ഇനി ചിന്തയിൽ കൊണ്ടുവരില്ലെന്ന് ഉറപ്പിച്ചുകൊണ്ട് അവൻ തല കുടഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്നും മാൻഷനിലേക്ക് കുറച്ചധികം ദൂരമുണ്ട്. മാൻഷനിലേക്ക് എത്താറായപ്പോൾ അവൻ്റെ ഫോൺ റിങ് ചെയ്തു. ആദ്യത്തെ പ്രാവശ്യം അവൻ എടുത്തില്ല. പിന്നെയും അടിച്ചതും അവൻ കോൾ കണക്റ്റാക്കി. ഹലോ. അവൻ ഹലോ പറഞ്ഞിട്ട് മറുപടി അനക്കൊന്നും കേട്ടില്ല. അവൻ ഫോണിലേക്ക് ഒന്നുകൂടെ നോക്കി. പരിചയമില്ലാത്ത നമ്പർ. അവൻ്റെ കണ്ണുകൾ ചുരുങ്ങി. ആർക്കും അറിയാതെ അവൻ്റെ പേഴ്സണൽ നമ്പറാണത്. അവൻ്റെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇഷ. അവൻ വിളിച്ചതും അതുവരെ പുറത്തേക്ക് നോക്കിയിരുന്ന ദേവി അവൻ്റെ മുഖത്തേക്കും ഫോണിലേക്കും മാറി മാറി നോക്കി. കുഞ്ഞാ, അമ്മയാടാ, വീടെത്തിയോ? ദേവികയുടെ ശബ്ദം കേട്ടതും അവളൊന്ന് മൂടി. പിന്നെയും മൗനം. രുദ്രൻ അവൻ്റെ പല്ലൊന്ന് കടിച്ചു. നീ ഇപ്പം എന്തിനാ വിളിച്ചത്? അവളോടുള്ള അവൻ്റെ ദേഷ്യം അവൻ്റെ വാക്കുകളിലും പ്രകടമായി. അത് വീക്കലും മൂളലൊന്നും ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കുക, അല്ലെങ്കിൽ വെച്ചിട്ട് പോ. അവളെന്തോ തപ്പിത്തടഞ്ഞ് പറയാൻ വന്നതും അവൻ്റെ ശബ്ദം ഉയർന്നു. അവൾ അത്രയൊക്കെ ദ്രോഹിച്ചിട്ടും ഒരു വാക്ക് പോലും മറുത്ത് പറയാതെ ഇറങ്ങിപ്പോയവളുള്ള ദേഷ്യവും വാശിയും അതൊക്കെയായിരുന്നു അവന് മനസ്സിലപ്പോൾ. ഞാൻ വീടെത്തി. ഭക്ഷണമൊക്കെ ലീനാനുണ്ടാക്കി തന്നു. മമ്മ ഒന്നും പറഞ്ഞില്ല. ഞാൻ മരുന്നൊക്കെ കഴിച്ചു. ഇതൊക്കെ അമ്മയോടൊന്ന് പറയാൻ അതിന് വിളിച്ചതാ. അവിടെയും ഇവിടെയുമൊക്കെ തപ്പുന്നുണ്ടെങ്കിലും അവൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ദേവി എന്തോ പറയാൻ വന്നതും അപ്പുറം കോള് കട്ടായിരുന്നു. എന്നാൽ അവരുടെ ഉള്ളിലൊരു സമാധാനം നിറഞ്ഞു. ദേവിയുടെ അവസ്ഥ മനസ്സിലാക്കിയ പോലെ അവൾ വിളിച്ച് കാര്യം പറഞ്ഞത്. എന്നാൽ രുദ്രന്റെ മുഖം അയഞ്ഞില്ല. ഇപ്പോൾ അവൾ പറയാതെ വെച്ചതും അവൻ്റെ ഉള്ളിലെ ദേഷ്യം കൂട്ടി. മാൻഷനിലെത്തിയതും ദേവി കാറിൽ നിന്ന് ഇറങ്ങി. ദേവി അകത്തേക്ക് കയറിയപ്പോൾ കണ്ടു ഹാളിലിരുന്ന് ഫയൽ നോക്കുന്ന മോഹനെ. റോഡിൽ ആപ്പിൽ നോക്കി എന്തൊക്കെയോ മോഹനോട് പറയുവാണ്. കുറച്ച് മാറി കണ്ണൻ TV കാണുന്നുണ്ട്. ആരോ അകത്തേക്ക് വരുന്ന ശബ്ദം കേട്ടതും മോഹൻ വാതിൽക്കലേക്ക് നോക്കി. അവിടെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന ദേവിയെ കണ്ടതും മോഹന്റെ കണ്ണുകൾ ചുരുങ്ങി. നീ എന്താ ദേവി ഇവിടെ? അപ്പൊ ഹോസ്പിറ്റലിൽ ആരാ? ആ കുട്ടി അവിടെ ഒറ്റയ്ക്കല്ലേ? മോഹൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞതും ദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു. അതോടെ കണ്ടതും മോഹൻ ഒന്നും മനസ്സിലാവാതെ ദേവിക്ക് പിന്നാലെ അകത്തേക്ക് കയറി വന്ന രുദ്രനെ നോക്കി. രുദ്ര, നീയും ദേവി ഒപ്പാണോ വന്നത്? അവളെങ്ങനെ നിനക്കൊപ്പം വന്നു? ഹോസ്പിറ്റലപ്പോൾ ആരാ? ആ കുട്ടി അവിടെ ഒറ്റക്കല്ലേ? അവള് പോയി മഹേട്ട. അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോയി. ദേവി സങ്കടത്തിൽ പറഞ്ഞത് മോഹൻ ദേവിയെ ദയനീയമായി നോക്കി. അതിനെന്തിനാ ദേവി നിനക്ക് സങ്കടം? അവളുടെ വീട്ടുകാരല്ലേ? അവരൊക്കെ കാരണമാണ് മഹിയേട്ട അവൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിയത്. ദേവി പറഞ്ഞതിന് മോഹന്റെ കയ്യിൽ മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. ഇനിയും അവൾ അവരൊക്കെ ഉപദ്രവിക്കുവോ? അമ്മയൊന്നും നിർത്തുവോ? ഇന്നലെ തൊട്ട് തുടങ്ങിയതാ. തല്ലുവോ കൊല്ലുവോ എന്തെങ്കിലും ചെയ്യട്ടെ. അവളായിട്ട് അവരുടെ ഒപ്പം പോയതല്ലേ? ആരും പറഞ്ഞു വിട്ടതല്ലോ. അല്ലെങ്കിൽ തന്നെ ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ തലയിലുണ്ട്. അതിൽ കൂടെ ഇങ്ങനെ ഓരോ മാരണങ്ങൾ. ഇനിയും അവരുടെ കാര്യം ആരും ഈ വീട്ടിൽ പറയരുത്. ആരോടൊക്കെയുള്ള ദേഷ്യം അവൻ്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു. ആരും ഒന്നും മിണ്ടിയില്ല. അവൻ പറഞ്ഞത് ശരിയാണ്. ഇന്നലെ തൊട്ട് എല്ലാവരുടെയും ചിന്തകളിൽ അവൾ ഒരാൾ മാത്രമാണ്. എന്നാൽ രുദ്രനെ തന്നെ നോക്കി നിന്ന കണ്ണൻ്റെ കണ്ണുകൾ മാത്രം തുറന്നു കിടക്കുന്ന അവൻ്റെ ഷർട്ടിൻ്റെ ഇടയിലൂടെ കാണുന്ന അവൻ്റെ നെഞ്ചിലേക്കായിരുന്നു. കണ്ണൻ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് രുദ്രൻ്റെ അടുത്തേക്ക് നടന്നു. ഇതെന്തിട്ട് ഇവിടെ ഒരു അടയാ? അവൻ പറഞ്ഞുകൊണ്ട് അതിൽ തൊടാൻ കൈ നീട്ടിയതും രുദ്രൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. കണ്ണൻ അവൻ്റെ നെഞ്ചിൽ നിന്ന് നോട്ടം മാറ്റിക്കൊണ്ട് രുദ്രൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ കണ്ണനെ തുറച്ചു നോക്കി നിൽക്കുവാണ്. നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ഏത് നേരവും ഫോണും TV നോക്കിക്കൊണ്ട് ഇരിക്കാതെ പോയി 2 അക്ഷരം പഠിക്കടാ. അതും പറഞ്ഞ് കണ്ണനെ തള്ളി മാറ്റി രുദ്രൻ മുകളിലേക്ക് സ്റ്റെപ്പ് കയറി. ഇയാൾക്ക് ആരാ ആക്ടറാക്കിയത്? എല്ലാ ഏട്ടന്മാരെ പോലെ തന്നെയാ ഈ ഏട്ടൻ്റെ സ്വഭാവം. പിന്നെ നിന്റെ ഏട്ടൻ എന്താ കോമ്പുണ്ടോ? കണ്ണൻ പറഞ്ഞത് റോണി അവനെ നോക്കി ചോദിച്ചു. അങ്ങനെ എല്ലാ ഏട്ടന്മാരെ പോലെ അല്ലല്ലോ രുദ്രനാഥ്. ഷീസ് ആക്ടർ. രുദ്രനാഥ് ഒരു ആക്ടർ ആയിരിക്കും, പക്ഷേ അവനൊരു സാധാരണ ആൺകുട്ടിയാണ്. അവൻ എത്ര ഉയരത്തിലെത്തിയാലും അവനൊരു സാധാരണക്കാരൻ തന്നെയായിരിക്കും. അതിന് കാരണം അവനെ വളർത്തിയത് കണിമംഗലം തറവാടിലെ ദേവദത്തനെന്ന് എൻ്റെ അച്ഛനാണ്. മോഹനത് പറയുമ്പോൾ ചുണ്ടിലൊരു ചിരിയുണ്ടായിരുന്നു. അത് കണ്ണനിലേക്കും റോണിയിലേക്കും പടർന്നു. എന്നാൽ ദേവി അതിലൊന്നും ശ്രദ്ധ കൊടുക്കാതെ അകത്തേക്ക് നടന്നു. അമ്മേ! ആരെയും നോക്കാതെ അകത്തേക്ക് പോകുന്ന ദേവിയെ കണ്ണനെന്ന് വിളിച്ചു. ദേവി അവിടെ തന്നെ നിന്നു. എന്താ ഇത്? ആ ചേച്ചി പൊക്കോട്ടെ, നമ്മുടെ ആരുമല്ലല്ലോ. പിന്നെ എന്താ? ഇനിയും അത് ആലോചിച്ച ഞാൻ എന്നോട് പറഞ്ഞു കൊടുക്കും.
കണ്ണൻ ദേവിയെ നോക്കി ഭീഷണി രൂപത്തിൽ പറഞ്ഞു. അതിന് ദേവി അവനെ നോക്കി തെളിച്ചമില്ലാതെ ചിരിച്ചു. അല്ലമ്മേ, ഏട്ടന് നെഞ്ചിലെന്തൊരു അടയാളം, എന്തൊക്കെ അടിച്ച പോലെ? കണ്ണൻ ചോദിച്ചതും ദേവി അവൻ അത്ഭുതത്തോടെ നോക്കി. നീ അതും കണ്ടു? ഓ, നിന്റെ കണ്ണ് വല്ലാത്തൊരു കണ്ണാട്ടോ. ദേവി പറഞ്ഞതും അവൻ്റെ ഒരു കൈ കൊണ്ട് അവൻ്റെ ഷർട്ടിൻ്റെ കോടലിലൊന്ന് പൊക്കി. പറ, എന്താ? ഓ, എൻ്റെ പൊന്ന് കണ്ണ, നിന്നെ കണ്ടല്ലോ, അതാ കുട്ടിയെ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പേടി കൊണ്ട് അവനെ കടിച്ചതാ. ദേവി പറഞ്ഞത് കണ്ണനും മോഹനും റോണിയുമൊക്കെ വിശ്വസിക്കാനാവാതെ ദേവിയെ തന്നെ നോക്കി. ശരിക്കും ആ കുട്ടി കടിച്ചതാണോ ദേവി? മോഹൻ ചോദിച്ചതിന് ദേവി തലകുലുക്കി. എന്നിട്ട് അവൻ ആ കുട്ടിയെ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ മറ്റോ? മോഹന്റെ മുഖത്ത് ടെൻഷനായിരുന്നു. ആ ഭാവം തന്നെയായിരുന്നു റോണിക്കും കണ്ണിലും. ഏയ്, അവനത് അറിഞ്ഞു എന്നപോലെ സംശയമാണ്. അപ്പോഴത്തെ അവൻ്റെ ഭാവം ആലോചിച്ചുകൊണ്ട് ദേവി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി. എന്നാൽ മോഹനും കണ്ണനും റോണിയും പരസ്പരം നോക്കി. എന്തോ ഇപ്പൊ ദേവി പറഞ്ഞിട്ട് പോയത് അവർക്ക് വിശ്വസിക്കാൻ കഴിയാത്ത പോലെ. കുറച്ച് ദിവസം മുമ്പ് നൈറ്റ് ഡ്രൈവിനും മോഹനും പിള്ളേരും പോയപ്പോൾ ഒരു പെൺകുട്ടി അവനെ അറിയാതെ ഒന്ന് തട്ടി. മാസ്ക് വെച്ചത് കാരണം അവനതൊന്നും മനസ്സിലായില്ല. എന്നാൽ ആ പെൺകുട്ടിയുടെ ഹാൻഡ് ബാഗിൻ്റെ ചില്ല് തട്ടി രുദ്രൻ്റെ കയ്യിലൊന്ന് പോടി. വളരെ ചെറിയൊരു മുറിവ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ കയ്യിലും ആക്കിയിട്ടേ അവൻ ആ പ്രശ്നം സോൾവ് ആക്കിയിട്ടുള്ളൂ. അതാണ് രുദ്രനാഥ്. അവൻ്റെ ശരീരം വേദനിച്ച അവൻ പിന്നെ ഒരു രാക്ഷസനാണ്. അവനെയാണ് ഒരുത്തി കടിച്ചു പറിച്ചിട്ടും അവൻ മൈൻഡാക്കാതെ വിട്ടത്. എന്നാൽ ഇതേ സമയം നെഞ്ചിലെ നീലനിറത്തിൽ തെളിഞ്ഞു കാണുന്ന പാടലൂടെ അവൻ വിരലോടിച്ചു. എനിക്ക് തന്നതൊന്നും ഞാൻ തിരിച്ചു കൊടുക്കാതിരുന്നിട്ടില്ല ഈശ, ഇത് ഞാൻ തിരിച്ചു തന്നിരിക്കും, സ്ഥാനം മാറാതെ തന്നെ. ഒരു ചിരിയോടെ ആ പാടിലൂടെ വിരലോടിച്ചുകൊണ്ട് അവൻ ഓർത്തു. ഇതേ സമയം ഹയാത്ത് ഹോട്ടലിന്റെ മുന്നിലുള്ള AD ഹോസ്പിറ്റലിൽ ICUവിൽ കിടക്കുന്നവൻ പതിയെ കണ്ണുകൾ തുറന്നു. കണ്ണുകൾ തുറന്നതും അവൻ ചുറ്റുമൊന്ന് നോക്കി. കണ്ണുകൾ നിറച്ചവനെ തന്നെ നോക്കി നിൽക്കുന്ന അവൻ്റെ അമ്മയെ അവൻ കണ്ണു ചിമ്മി കാണിച്ചു. ആദം, ആർ യു ഓക്കെ? ഡോക്ടർ അവനോട് ചോദിച്ചതിന് അവനൊന്ന് പുഞ്ചിരിച്ചു. അവനെ നോക്കിയൊന്ന് ചിരിച്ചുകൊണ്ട് അവൻ അമ്മക്ക് നേരെ തിരിഞ്ഞു. പേടിക്കാനൊന്നുമില്ല, കൃത്യസമയത്ത് എത്തിച്ചത് കൊണ്ട് ജീവന ആപത്തൊന്നും ഉണ്ടായില്ല. അതിന് നിങ്ങൾ ആ പെൺകുട്ടിയോട് കടപ്പെട്ടവരാവണം. ലുക്ക് ആദം, ഇപ്പൊ കാര്യമായി പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. കൈകും കാലും ചെറിയ പൊട്ടലുണ്ടെന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പഴയതുപോലെ നടക്കാൻ കുറച്ച് സമയമെടുക്കും. കുറച്ച് സമയം എന്ന് പറയുമ്പോൾ ഡോക്ടറോട് അവൻ തിരിച്ചു ചോദിച്ചു. ഒരു 2 മാസം അതിനുള്ളിൽ നടക്കാം. ഡോക്ടർ പറഞ്ഞതും അവനൊന്ന് തലകുലുക്കി. അത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പുറത്തേക്ക് പോയി. മോനെ, എനിക്കൊന്നുമില്ല മമ്മ, വെറുതെ കരയാതെ. പാപ്പ എവിടെ? ഇച്ചായൻ ആക്സിഡന്റ് നടന്ന സ്ഥലത്തേക്ക് പോയിരിക്കാം. പോലീസ് വിളിച്ചിരുന്നു. പിന്നെ നിന്നെ രക്ഷിച്ച ആ കുട്ടിയൊന്ന് കാണണം. അവസാനം അവർ പറഞ്ഞത് കേട്ടതും അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി. കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പേടിച്ച മുഖവുമായി അവനെ തന്നെ നോക്കി നിൽക്കുന്നവളുടെ മുഖമായിരുന്നു മനസ്സിൽ. ആ കുട്ടിയെ എന്തിനാണ് പാപ്പ കാണുന്നത്? നിന്റെ ഓപ്പറേഷന് വേഗം വേണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആ കുട്ടിയുടെ ഗോൾഡൊക്കെ കൊടുത്താ നിന്റെ ഓപ്പറേഷൻ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ വരാൻ അല്പം വൈകി. ഇത് നമ്മുടെ ഹോസ്പിറ്റലല്ലേ, പിന്നെ ഇതിനെ ക്യാഷ്? അതാ കൊച്ചിനെ അറിയില്ലല്ലോ. പിന്നെ നീ ഇവിടെ ആദ്യമായിട്ടായതുകൊണ്ട് ആർക്കും മനസ്സിലായില്ല. ഞങ്ങൾ വന്നപ്പോഴാ നീ ഞങ്ങളുടെ മകനാണെന്ന് അറിഞ്ഞത് തന്നെ. അവനൊന്ന് മൂളി. അവളെ ഒന്ന് കാണണമെന്ന് അത്രമേൽ അവൻ്റെ ഹൃദയം മുറവിളി കൂട്ടുന്നത് അവൻ അറിഞ്ഞു. അവൻ കണ്ണുകളടച്ച് അവളുടെ മുഖം മനസ്സിലേക്ക് ആവാഹിച്ചു. അവളെ കണ്ട ആ രംഗം അവൻ്റെ മനസ്സിലേക്ക് വന്നു.